So welcome back to our channel. So module 2 അതായത് റിലേഷണൽ മോഡൽ module 2 DBMSൻ്റെ module 2 നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പഠിച്ചത് എന്താണ് ഒരു റിലേഷണൽ മോഡലിലെ കമ്പോണൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന റിലേഷണൽ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് എന്നുള്ള ടോപ്പിക്കാണ്. എന്താണ് റിലേഷണൽ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ്? ആദ്യം കൺസ്ട്രെയിൻസ് എന്താണെന്നാണ് കൊടുത്തിരിക്കുന്നത്. കൺസ്ട്രെയിൻസ് ആർ ദ കണ്ടീഷൻസ് ദാറ്റ് മസ്റ്റ് ഹോൾഡ് ഓൺ ഓൾ വാലിഡ് റിലേഷൻ സ്റ്റേജ്. എല്ലാ വാലിഡ് റിലേഷൻ സ്റ്റേജിലും ഹോൾഡ് ചെയ്യുന്ന കണ്ടീഷൻസിൻ്റെ പറയുന്ന പേരാണ് എന്ത്? കൺസ്ട്രെയിൻസ്. ഓക്കെ, ദർ ആർ 3 മെയിൻ ടൈപ്സ് ഓഫ് കൺസ്ട്രെയിൻസ് ഇൻ റിലേഷണൽ മോഡൽ. റിലേഷണൽ മോഡൽ മെയിൻലി 3 മെയിൻ ടൈപ്സ് ഓഫ് കൺസ്ട്രെയിൻസ് ഉണ്ട്. ആ 3 മെയിൻ ടൈപ്സ് ഓഫ് കൺസ്ട്രെയിൻസ് ആണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ കീ കൺസ്ട്രെയിൻ, സെക്കൻഡ് വൺ എൻറ്റിറ്റി ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻ, ആൻഡ് തേർഡ് വൺ റിഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻ. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന കീ കൺസ്ട്രെയിൻസ് ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. സോ നമ്മൾ മൂന്നും പഠിക്കും. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കീ കൺസ്ട്രെയിൻസ് ആണ്. സോ എന്താണ് ഈ കീ കൺസ്ട്രെയിൻസ് എന്ന് നോക്കാം. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് 4 ടൈപ്സ് ഓഫ് കീസ് ആണ് റിലേഷണൽ മോഡലിൽ പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് കീ ആണ് പ്രൈമറി കീ. സോ എന്താണ് പ്രൈമറി കീ എന്ന് നോക്കാം. എ പ്രൈമറി കീ ഈസ് യൂസ്ഡ് ടു എൻഷുർ ദ ഡേറ്റ ഇൻ എ സ്പെസിഫിക് കോളം ഈസ് യൂണീക്ക്. അതായത് ഞാൻ പറഞ്ഞു, പ്രൈമറി കീ എന്ന് പറയുമ്പോൾ ഒരു ടേബിൾ ഒരു ഡേറ്റ എൻഷുർ ചെയ്യുമ്പോൾ ആ സ്പെസിഫിക് കോളം എന്തായിരിക്കണം? യുണീക്ക് ആയിരിക്കും. ഓക്കെ, അത് യൂസ് ചെയ്യണം ആ ഡേറ്റയിൽ ഒരു സ്പെസിഫിക് കോളം, ആ ഡേറ്റ കൊടുത്തിരിക്കുന്ന സ്പെസിഫിക് കോളം യുണീക്ക് ആവാനാണ് ഈ പ്രൈമറി കീ കൊടുത്തിരിക്കുന്നത്. ഓൺലി 1 പ്രൈമറി കീ ഈസ് അലോഡ് ഇൻ എ ടേബിൾ. ഒരു ടേബിളിൽ 1 പ്രൈമറി കീയെ അലോഡ് ചെയ്തിട്ടുള്ളൂ. ഇറ്റ് ഡസ് നോട്ട് അലോ നൾ വാല്യൂസ്. പ്രൈമറി കീ ഉള്ളതിൽ നൾ വാല്യൂസ് വരത്തില്ല ആ കോളത്തിൽ. ഓക്കെ, സോ ഇതാണ് മെയിൻലി പ്രൈമറി കീനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അതേപോലെ എനി വാല്യൂ ഇൻ ദ പ്രൈമറി കീ കനോട്ട് ബി ചേഞ്ച്ഡ് ബൈ എനി ഫോറിൻ കീ. പ്രൈമറി കീയിലെ ഏതൊരു വാല്യൂ ഫോറിൻ കീ വെച്ച് ചേഞ്ച് ചെയ്യാനും പറ്റത്തില്ല. സോ പ്രൈമറി കീയുടെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. സോ എക്സാമ്പിളിന് വേണ്ടി ഞാനിവിടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ടേബിൾ എടുത്തിട്ടുണ്ട്. ഈ ഡിപ്പാർട്ട്മെൻറ്റ് ടേബിൾ നോക്കി, ഈ ഡിപ്പാർട്ട്മെൻറ്റ് ടേബിൾ എന്തൊക്കെ ആട്രിബ്യൂട്ട്സ് ഉണ്ട്? ഡി നെയിം ഉണ്ട്, ഡി നമ്പർ ഉണ്ട്, മാനേജർ SSN ഉണ്ട്, മാനേജർ സ്റ്റാർട്ട് ഡേറ്റ് ഉണ്ട്. ഇതിൽ കണ്ട് ഒരു ഡാഷ് കൊടുത്തിരിക്കുന്നുണ്ടോ? അതായത് ഡി നമ്പറിൻ്റെ താഴെ ഒരു അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ആ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഡിനോട്ട് ചെയ്യണം പ്രൈമറി കീ ആണ്. അപ്പോൾ ഇവിടുത്തെ പ്രൈമറി കീ എന്ന് പറഞ്ഞാൽ ഈ ഡി നമ്പറാണ്. അതായത് നോക്കിക്കേ, ഇതിലൊക്കെ ഡി നെയിമാണ്. ഡി നമ്പർ എന്ന് പറയുമ്പോൾ 541. ഈ നമ്പേഴ്സ് ദ യുണീക്ക് നമ്പേഴ്സ് ആയിരിക്കും. ഡിഫറെൻറ്റ് നമ്പേഴ്സാണ്, ഒരേപോലത്തെ നമ്പേഴ്സാണോ? അല്ല, ഡിഫറെൻറ്റ് നമ്പേഴ്സ് ആയിരിക്കും. കാരണം അതിപ്പോൾ ഈ ഡി നമ്പർ വെച്ച് നമുക്ക് അതിൻ്റെ ഡി നെയിമും അല്ലെങ്കിൽ മാനേജർ SSN കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഈ പ്രൈമറി കീയുടെ പ്രത്യേകത. സോ ഇതിൽ പ്രൈമറി കീ ഏതാണ്? ഡി നമ്പറാണ് പ്രൈമറി കീ. ഓക്കെ, ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് ഡിനോട്ട് ചെയ്യുന്നത് പ്രൈമറി കീ ആണ്. സോ ഇതൊരു എക്സാമ്പിൾ ഓഫ് പ്രൈമറി കീ ആണ്. അതേപോലെ ഈ ഒരു ടേബിൾ നോക്കി, എംപ്ലോയി ടേബിൾ നോക്കുകയാണെങ്കിൽ എംപ്ലോയി ടേബിളിൽ പ്രൈമറി കീ ഏതായിരിക്കും? SSN ആയിരിക്കും അല്ലേ? കാരണം SSN ആയിരിക്കും യുണീക്ക് നമ്പർ. ഓക്കെ, ബാക്കിയുള്ളത് വെച്ച് നോക്കുമ്പോൾ യുണീക്ക് നമ്പർ ഏതാണ്? SSN. ഓക്കെ, SSNൽ റിപ്പീറ്റഡ് ആയിട്ട് ഒരേപോലെ ഏതെങ്കിലും നമ്പർ വരുന്നുണ്ടോ? ഇല്ല, എല്ലാം ഡിഫറെൻറ്റ് നമ്പേഴ്സാണ്. കാരണം ഓരോരുത്തർക്ക് ഓരോ എംപ്ലോയീസിനും ഓരോരോ SSN ആയിരിക്കും. SSN നമ്മളിപ്പം ഒരു സ്റ്റുഡൻറ്റ്, ഒരു കോളേജിൽ സ്റ്റുഡൻറ്റ് പഠിക്കുകയാണെങ്കിൽ ആ കോളേജ് ആ സ്റ്റുഡൻറ്റ് ഒരു രജിസ്റ്റർ നമ്പർ ഉണ്ടാവത്തില്ലേ? അതാണ് ആ കുട്ടിയുടെ പ്രൈമറി കീ. മനസ്സിലായോ? ആ കുട്ടിയുടെ പ്രൈമറി കീ എന്ന് പറയുമ്പോൾ ആ ഒരു രജിസ്റ്റർ നമ്പർ ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഈ ടേബിളിൽ പറഞ്ഞിരിക്കുന്നത് SSN. അപ്പോൾ പ്രൈമറി കീ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് കീ നോക്കാം. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള കീ ആണ് ഫോറിൻ കീ. ഓക്കെ, എന്താണ് ഫോറിൻ കീ നോക്കാം. ഇറ്റ് ഈസ് എ കോളം ദാറ്റ് റിഫേഴ്സ് എ കോളം മസ്റ്റ് ഓഫൺ ദ പ്രൈമറി കീ ഓഫ് അനദർ ടേബിൾ. ഇറ്റ് റിഫേഴ്സ് ടു ദ ഫീൽഡ് ഇൻ എ ടേബിൾ വിച്ച് ഈസ് ദ പ്രൈമറി കീ ഓഫ് അനദർ ടേബിൾ. അതായത് ഫോറിൻ കീ എന്ന് പറഞ്ഞാൽ ഒരു ടേബിളിൽ പ്രൈമറി കീ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ടേബിളിലെ പ്രൈമറി കീ ആയിരിക്കും മറ്റൊരു ടേബിളിലെ പ്രൈമറി കീ. മനസ്സിലായോ? അതായത് നമുക്കുള്ള പ്രൈമറി കീ വേറൊരു ടേബിളിലെ പ്രൈമറി കീ ഫോറിൻ കീ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഒരു ടേബിളിലെ പ്രൈമറി കീ എന്ത് ചെയ്യും? വേറൊരു ടേബിളിൽ ഫോറിൻ കീ ആയിട്ടിരിക്കും. അതിനെ പറയണം ഫോറിൻ കീ. മോർ ദാൻ 1 ഫോറിൻ കീ ഈസ് അലോഡഡ് ഇൻ എ ടേബിൾ. ഒന്നിൽ കൂടുതൽ ഫോറിൻ കീ ഒരു ടേബിളിൽ കാണാം. ഇറ്റ് കണ്ടെയ്ൻസ് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ആയിരിക്കും. ഓൾസോ കണ്ടെയ്ൻസ് നൾ വാല്യൂസ്. അപ്പോൾ എന്താണ് ഫോറിൻ കീ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇത്ര അറിഞ്ഞത്. ഇറ്റ് റിഫേഴ്സ് ടു ദ ഫീൽഡ് ഇൻ എ ടേബിൾ വിച്ച് ഈസ് ദ പ്രൈമറി കീ ഓഫ് അനദർ ടേബിൾ. വേറൊരു ടേബിളിലെ പ്രൈമറി കീ ആയിരിക്കും ആ ടേബിൾ വന്നിരിക്കുന്നത്. ആ കീനെ അങ്ങനെ എന്ത് പറയും? ഫോറിൻ കീ എന്ന് പറയും. ഓക്കെ, ഫോറിനേഴ്സ് എന്താണ്? നമ്മൾ പുറത്തുനിന്ന് രാജ്യത്തുനിന്ന് നമ്മുടെ രാജ്യത്തോട്ട് വരുന്നവരാണ് ഫോറിനേഴ്സ്. അതേപോലെ വേറൊരു പ്രൈമറി കീ ആണ്, വേറൊരു ടേബിളിലെ പ്രൈമറി കീ ആയിരിക്കും ഈ ടേബിളിൽ ഫോറിൻ കീ ആയിട്ട് ഇരിക്കുന്നത്. ഇതാണ് ഫോറിൻ കീ. ഓക്കെ,
എൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഫോറിൻ കീക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ടേബിൾ നോക്കിയേ. നമ്മൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ടേബിൾ എംപ്ലോയി ടേബിളാണ് നോക്കുന്നത്. സോ ഡിപ്പാർട്ട്മെൻറ്റ് ടേബിളിൽ പ്രൈമറി കീ ഏതാണ്? ഡി നമ്പറാണല്ലേ. ഡി നമ്പറാണ് ഇവിടുത്തെ പ്രൈമറി കീ. ഓക്കെ, എംപ്ലോയി ടേബിളിൽ പ്രൈമറി കീ വന്നിട്ട് SSN. ഓക്കെ, അത് നമുക്ക് സംശയമില്ലല്ലോ. ഡിപ്പാർട്ട്മെൻറ്റ് ടേബിളിലെ ഡി നമ്പർ നോക്കിയേ. എംപ്ലോയി ടേബിളിൽ ഒരു ഡി നമ്പറില്ലേ? കണ്ടോ? അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ടേബിളിലെ പ്രൈമറി കീ ആയ ഡി നമ്പർ എംപ്ലോയി ടേബിളിൽ എന്തായിട്ടിരിക്കുകയാണ്? ഫോറിൻ കീ ആണ്. സോ ഇവിടുത്തെ ഡി നമ്പർ എന്താണ്? ഫോറിൻ കീ ആണ്. മനസ്സിലായോ? കണ്ട, അതാണ് ഫോറിൻ കീ പറയുന്നത്. അതായത് ഒരു ടേബിളിലുള്ള പ്രൈമറി കീ ആയിരിക്കുന്ന ആ ടേബിളിലെ പ്രൈമറി കീ എന്തായിരിക്കും? വേറൊരു ടേബിളിൽ വന്നിരിക്കും. അപ്പോൾ അതെന്താവും? ഫോറിൻ കീ ആവും. സോ ഇങ്ങനെയാണ് ഫോറിൻ കീൻ്റെ എക്സാമ്പിൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡിപ്പാർട്ട്മെൻറ്റ് ടേബിളിലെ ഡി നമ്പർ ഇവിടുത്തെ പ്രൈമറി കീ ആയിരുന്നു. എംപ്ലോയി ടേബിൾ വന്നപ്പോൾ ഈ ഡി നമ്പർ അതേപോലത്തെ ഡി നമ്പറിൽ ഇവിടെ വന്നിരിക്കുന്നത്. സോ അവിടെ എന്താവും? അത് ഫോറിൻ കീയെ ആക്ട് ചെയ്യും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഇനി പഠിക്കാനുള്ള സൂപ്പർ കീ ആണ്. ഓക്കെ, തേർഡ് കീ ആണ്. റിലേഷണൽ മോഡലിലെ തേർഡ് കീ ആണ് സൂപ്പർ കീ. സോ എന്താണ് സൂപ്പർ കീ നോക്കാം. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഓൾ ദ കീസ് ദാറ്റ് ക്യാൻ കേപ്പബിൾ ഓഫ് ഐഡൻറ്റിഫൈങ് അതർ കോളംസ് ഓഫ് ദാറ്റ് ടേബിൾ യൂണീക്ലി. സോ സൂപ്പർ കീ എന്ന് പറയുമ്പോൾ ഒരു സെറ്റ് ഓഫ് കീസാണ്. അത് മറ്റൊരു ടേബിളിലെ ടേബിളിലെ കോളത്തിനെ യൂണീക്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സോ അങ്ങനെ ഒരു സെറ്റ് ഓഫ് ഓൾ കീസാണ് സൂപ്പർ കീ എന്ന് പറയുന്നത്. The primary key of a table is picked from the super key set. സൂപ്പർ കീ സെറ്റിൽ നിന്നായിരിക്കും ഒരു ടേബിളിൻ്റെ പ്രൈമറി കീ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, സൂപ്പർ കീ എന്താണെന്ന് നമുക്ക് നോക്കാം. സൂപ്പർ കീ മെയിൻലി നമ്മൾ പറഞ്ഞതുപോലെ ഒരു സെറ്റ് ഓഫ് ഓൾ കീസിൻ്റെ ഒരു സെറ്റായിരിക്കും. അതിന് ആ ടേബിളിലുള്ള മറ്റു കോളത്തെ ഐഡൻറ്റിഫൈ ചെയ്യാൻ, യുണീക്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ സഹായിക്കുന്നതാണ് സൂപ്പർ കീ. ഓക്കെ, നമുക്കിനി കാൻഡിഡേറ്റ് കീ എന്താണെന്ന് നോക്കാം. കാൻഡിഡേറ്റ് കീ നോക്കി. Candidate key is that uniquely identify rows of the table. അപ്പം നമ്മളിവിടെ എല്ലാം കോളത്തെയാണ് ഐഡൻറ്റിഫൈ ചെയ്തത്. കാൻഡിഡേറ്റ് കീ എന്ന് പറയുമ്പോൾ ഇറ്റ് യുണീക്ലി ഐഡൻറ്റിഫൈ ദ റോസ് ഓഫ് ദ ടേബിളിലെ റോസിനെ യുണീക്ലി ഐഡൻറ്റിഫൈ ചെയ്യും കാൻഡിഡേറ്റ് കീ. ദ പ്രൈമറി കീ ഓഫ് എ ടേബിൾ ഈസ് സെലക്റ്റഡ് ഫ്രം വൺ ഓഫ് ദ കാൻഡിഡേറ്റ് കീ. ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റ് കീ ഉള്ള ടേബിളിൽ നിന്നായിരിക്കും പ്രൈമറി കീ സെലക്ട് ചെയ്യുന്നത്. ദർ ക്യാൻ ബി മോർ ദാൻ വൺ കാൻഡിഡേറ്റ് കീ ഇൻ എ ടേബിൾ. ഒരു ടേബിളിൽ തന്നെ മോർ ദാൻ വൺ കാൻഡിഡേറ്റ് കീ കാണാം. ഓക്കെ, സോ കാൻഡിഡേറ്റ് കീയുടെ ഒരു എക്സാമ്പിൾ നോക്കാം. കാൻഡിഡേറ്റ് കീയുടെ ഒരു എക്സാമ്പിളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കാൻഡിഡേറ്റ് കീ നോക്കി, ഈ ഒരു ടേബിൾ നോക്കി. ഇവിടെ ഡി നമ്പറുണ്ട്, ഡി ലൊക്കേഷനുണ്ട് അല്ലേ. ഡി നമ്പരും അണ്ടർലൈൻഡ് ആണ്, ഡി ലൊക്കേഷനും അണ്ടർലൈൻ. അതായത് ഇവിടെ നമുക്കൊരു പ്രൈമറി കീ, ഇതിൽ രണ്ടെണ്ണത്തിലും പ്രൈമറി കീ ആയിട്ട് ഇത് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നേ നമുക്ക് പ്രൈമറി കീ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ വരുന്ന സമയത്ത് അതായത് രണ്ടും ഒരു പ്രൈമറി കീ പോലെ ആക്ട് ചെയ്യുക, അതായത് ഇതിലും ഒരു യുണീക്നെസ് വരുന്നുണ്ട്, ഇതിലും ഒരു യുണീക്നെസ് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടെണ്ണം എന്തായിരിക്കും? കാൻഡിഡേറ്റ് കീ ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, സോ കാൻഡിഡേറ്റ് കീൻ്റെ ഒരു എക്സാമ്പിളാണിത്. മനസ്സിലായി? അപ്പോൾ ഇവിടുത്തെ ഡി നമ്പറും ഡി ലൊക്കേഷനും എന്താണ്? കാൻഡിഡേറ്റ് കീ ആണ്. നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള എൻറ്റിറ്റി ഇൻറ്റഗ്രിറ്റി ആണ്. എന്താണ് എൻറ്റിറ്റി ഇൻറ്റഗ്രിറ്റി? നമ്മൾ കീ ഇൻറ്റഗ്രിറ്റി കഴിഞ്ഞായിരുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് എൻറ്റിറ്റി ഇൻറ്റഗ്രിറ്റി ആണ്. The entity integrity constraints state that no primary key value can be null. അപ്പോൾ എൻറ്റിറ്റി ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് പറയുന്നത് ഒരു പ്രൈമറി കീയും നൾ ആവത്തില്ലാണ്. ഒരു പ്രൈമറി കീ വാല്യൂ എന്താകത്തില്ല? നോ പ്രൈമറി കീ വാല്യൂ ക്യാൻ ബി നൾ. Okay. The individual tuple in a relation having null value for the primary key implies that we cannot identify any tuple in a relation. അതായത് ഒരു റിലേഷനിലെ ഇൻഡിവിജ്വൽ ടൂപ്പിൾ ഉണ്ടെങ്കിൽ അതിലെ നൾ വാല്യൂ, പ്രൈമറി കീയിലെ നൾ വാല്യൂ പറയുന്നത് നമുക്ക് അത് വെച്ച് ആ റിലേഷൻ ആറിലെ ഒരു ടൂപ്പിളും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല എന്നാണ്. സോ ഇതാണ് എൻറ്റിറ്റി ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ. എൻറ്റിറ്റി ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ പ്രൈമറി കീയുടെ വാല്യൂ, നോ പ്രൈമറി കീ വാല്യൂ ക്യാൻ ബി നൾ. ഒരു പ്രൈമറി കീയുടെ വാല്യൂ എന്താവത്തില്ല? നള്ളാവത്തില്ല. നള്ളായിട്ടില്ലെങ്കിൽ അതെന്തായിരിക്കും? എൻറ്റിറ്റി ഇൻറ്റഗ്രിറ്റി ആയിരിക്കും. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് നോക്കാനുള്ള റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി എന്താണ്. എന്താണ് റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി എന്ന് നോക്കാം. ദ റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് ഇസ് സ്പെസിഫൈഡ് ബിറ്റ്വീൻ ടു റിലേഷൻസ്. രണ്ട് റിലേഷൻസ് തമ്മിലുള്ള ഇതാണ് സ്പെസിഫൈ ചെയ്യുന്ന രണ്ട് റിലേഷൻസ് തമ്മിലാണ്. ആൻഡ് ഈസ് യൂസ്ഡ് ടു മെയിൻറ്റെയിൻ ദ കൺസിസ്റ്റൻസി എമംഗ് ദ ടൂപ്പിൾസ് ഓഫ് ടു റിലേഷൻസ്. രണ്ട് റിലേഷൻ്റെ ഇടയിലുള്ള കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനാണ് റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ കാണിച്ചിരിക്കുന്ന ഒരു റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് ഒരു റിലേഷണൽ ഡേറ്റാബേസ് സ്കീമിലെ റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇവിടുത്തെ SSN കണ്ടോ?
എസ് എസ് എൻ്റെ സൂപ്പർ എസ് എസ് ആയിട്ട് റിലേറ്റഡ് കണ്ടോ, റിലേഷൻ കൊടുത്തിരിക്കുന്നുണ്ടോ. അതേപോലെ ഇവിടുത്തെ ഓരോ പ്രൈമറി കീയും ഡി നമ്പർ ആയിക്കോട്ടെ എസ് എസ് എൻ ആയിക്കോട്ടെ അതെല്ലാം എന്താണ് വേറൊരു റിലേഷനിൽ ഒരു കീ ആയിട്ട് എന്തായിട്ട് റിലേഷനാണ്. അതായത് റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി പറയുന്നത് എന്താണ്, രണ്ട് റിലേഷൻസ്, അതായത് ഏതെങ്കിലും ഒരു ടേബിളിലെ രണ്ട് റിലേഷൻസിനെ കണക്ട് ചെയ്യുന്ന ഒരു കൺസിസ്റ്റൻസിയാണ് ഈ റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി. ഓക്കെ, ഇവിടെ കാണിച്ചത് ഇവിടുത്തെ ഡി നമ്പർ ഈ നമ്പറുമായിട്ട് അല്ലേ റെഫറൻസ് ഇല്ലേ, അതേപോലെ പി നമ്പറുമായിട്ട് റെഫറൻസ്, അതേപോലെ ഈ എസ് എസ് എൻ നോക്കിക്കേ, ഈ എസ് എസിനും എസ് എസിനും മനസ്സിലായോ. അപ്പോൾ റെഫറൻസ് മനസ്സിലായോ, ഈ ഒരു എക്സാമ്പിളിലൂടെ മനസ്സിലായത്. അത് ഇവിടുത്തെ ഈ എസ് എസ് എനും ഈ എസ് എസ് എനും എംപ്ലോയി ടേബിളിലെ എസ് എസ് എനും കണ്ടോ. അതുപോലെ ഡി നമ്പർ കണ്ടോ, അതായത് രണ്ട് റിലേഷനിൽ രണ്ട് റിലേഷൻ തമ്മിലുള്ള കൺസിസ്റ്റൻസി കാണിക്കുന്നത് റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി വെച്ചാണ്. ഓക്കെ.